നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് കോമ്പിനേഷൻസ്. പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് പഠിച്ചു അല്ലെ. നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് വരുന്നത്, ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്സ്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴായിരുന്നു നമ്മുടെ പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കോമ്പിനേഷൻസ് ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ എന്താ ഉള്ളത്, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കമ്പൈൻ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു ടോട്ടൽ ഔട്ട്കം കിട്ടുന്നതിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതാണ് നമ്മുടെ കോമ്പിനേഷൻസിൽ പറയുന്നത്. അപ്പൊ കോമ്പിനേഷൻസിൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് ഒരു ബാഗിന്റെ കേസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കുറെ നമ്പേഴ്സ് അല്ലെങ്കിൽ കുറെ ബോൾസ് ഒക്കെ എടുക്കുമ്പോഴത്തെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലിപ്പം നമ്പേഴ്സ് ഇപ്പൊ കിട്ടുന്നത് ഈവൻ ആവാനോ അല്ലെങ്കിൽ ഓഡ് ആവാനുള്ള ചാൻസ്, പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും, നമ്മൾ കമ്മിറ്റിയുടെ കേസ് പറഞ്ഞാൽ ഒരു കമ്മിറ്റി എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്തെന്തായിരുന്നു, ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വരുന്ന പ്രോബ്ലംസ്. അതൊക്കെ എന്തായിരുന്നു, അതില് നമുക്ക് റെപ്പിറ്റേഷൻസ് പാടില്ല എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പല കളറിലുള്ള ബോൾസ് ഇപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ടെന്നിരിക്കട്ടെ, ഒരു ബാഗിന്റെ ഉള്ളില്. ഓക്കെ, പല കളറിലുള്ള ബോൾസ് ഒരു ബാഗിലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് സെയിം കളർ ആവുന്ന കേസസ് നമ്മൾ എടുത്തല്ലേ. ഇനിയും പറയാൻ പോകുന്നതിനകത്ത് ഡിഫറെന്റ് കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ടോട്ടൽ ഔട്ട്കം എങ്ങനെ പറയും, ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. എന്താണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസിൽ ഒരു ടോട്ടൽ അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് ഒരുമിച്ചൊരു കമ്പൈൻ ചെയ്തൊരു കോമ്പിനേഷൻ എടുക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇക്വേഷൻ. എന്താണ്, നമ്മൾ എൻ പി ആറിന്റെ ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു, എൻ പി ആർ, പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണെന്ന്. ഇതെന്തായിരുന്നു പഠിച്ചത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻ പി ആർ പെർമ്യൂട്ടേഷൻസിന്റെ കേസാ. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, കോമ്പിനേഷൻസ് ആണ് അല്ലെ. കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവയെ ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ വേയിൽ കണ്ടുപിടിക്കുക ആൻസർ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ എൻ സി ആർ എന്നുള്ളതായിരിക്കും നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. കോമ്പിനേഷൻസ് ഏത് ലെറ്റർ വെച്ചിട്ടായിരിക്കും, സി വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് അതിന്റെ ടോട്ടൽ ഔട്ട്കം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ സി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, എൻ പി ആറിന് പകരം ഇവിടെ നമ്മൾ എൻ സി ആർ എന്ന് എഴുതും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോമ്പിനേഷൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ എന്തെങ്കിലും കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പല കാര്യങ്ങളെ ചേർത്തിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമുക്ക് റെപ്പിറ്റേഷൻ ഇല്ലാത്ത കേസസ് ഒക്കെ നമ്മൾ എവിടെയാ പഠിച്ചത്, എൻ പി ആറിൽ അല്ലെ. അവിടെ ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് കറക്റ്റ് ആയിട്ടുണ്ടാകും അല്ലെ. നമ്പേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലംസിൽ എന്തായിരുന്നു, 1 2 3 4 5 എന്ന് പറയുന്ന 5 നമ്പേഴ്സ് ഓർഡറിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 4 ഡിജിറ്റ് അല്ലെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുക. എത്ര എണ്ണം പറ്റും, ആ ഒരു ടോട്ടൽ ഔട്ട്കം അല്ലെ എത്ര വേസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയാ ചെയ്യുന്നതായിരുന്നു എന്ത്, നമ്മുടെ പെർമ്യൂട്ടേഷൻസ് പറയണത്. ഇനി പറയുന്ന കോമ്പിനേഷൻസിൽ ആ ഒരു കാര്യമല്ല വരുന്നത്. അങ്ങനെ നമുക്ക് തരുമ്പം ആ ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്സിനെ അവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്സിനെ മാറ്റർ ചെയ്യാണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് എൻ സി ആർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻസ് അല്ലെ. സി എന്താണ്, കോമ്പിനേഷൻസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതിയാലോ. എൻ സി ആർ എന്തായിരിക്കും വരിക, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വരും. അത് ഏത് തന്നെയാണ്, എൻ പി ആർ തന്നെയാണ്. ഇനി ഇതിന്റെ കൂടെ ആരും വരും, ഡിനോമിനേറ്ററിൽ ഒരു ആർ ഫാക്ടോറിയൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ ഓൾറെഡി എന്നും ആറും നമ്മൾ എഴുതാൻ പഠിച്ചു, പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. ഇനി അതേ കാര്യത്തിൽ തന്നെ എന്താണ് ഡിഫറൻസ് വരിക, കോമ്പിനേഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അതേ ഇക്വേഷന്റെ കൂടെ ആര് വന്നു, ഒരു ആർ ഫാക്ടോറിയൽ കൂടുതൽ വന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ നമ്മളോട് പറയുകയാണ്, എൻ എന്ന് പറയുന്നത് 5 ആണ്, ആർ എന്ന് പറയുന്നത് ഒരു 3 ആണെങ്കിൽ ഫൈൻഡ് എൻ സി ആർ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എൻ സി ആർ. എൻ ഉണ്ട്, ആർ ഉണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, എൻ സി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ സി ആറിന്റെ ഇക്വേഷൻ ഫസ്റ്റ് നമുക്ക് എഴുതാലോ. എൻ സി ആറിന്റെ ഇക്വേഷൻ എന്ത് വരും, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. നമ്മുടെ ഇക്വേഷൻ എഴുതി അല്ലെ, ഇക്വേഷൻ എഴുതി. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കൊരു പ്രോബ്ലം എക്സാമിന് വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഈ ഒരു മോഡലിലായിരിക്കില്ല, നമുക്ക് വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും അല്ലെ. വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ n എന്താണെന്ന് അറിയാം, n എത്രയാണ്, 5 ആണ്. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എത്രയാണ്,
3 ആണ്. സോ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി n മൈനസ് ആർ എത്ര വരും? 5 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഫൈനൽ ആൻസർ വരുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയലിനെ നമുക്ക് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. കാരണം ഡിനോമിനേറ്ററിൽ ഒരു 3 ഫാക്ടോറിയൽ ക്യാൻസൽ ആവാനുണ്ട്. ഇനി 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 2 ഫാക്ടോറിയൽ. സോ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഫാക്ടോറിയലിനെ 2 ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ? സോ 2 എന്ന് തന്നെ എഴുതാമല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും ക്യാൻസൽ ആയി അല്ലേ? നമ്മുടെ r ഫാക്ടോറിയലിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി എന്തുണ്ട്? n മൈനസ് ആർ കിട്ടിയ 2 ഉണ്ട് അല്ലെ? 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 ഇൻറ്റു 1 2 തന്നെ. സോ ഇവിടെ വീണ്ടും ക്യാൻസൽ ചെയ്യാം. 4 2 ക്യാൻസൽ ചെയ്ത് 2 കിട്ടി. ആൻസർ എത്ര കിട്ടി? 2 ഇൻറ്റു 5 10 എന്ന് കിട്ടി. എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇത്രയും കുഞ്ഞിനൊരു പ്രോബ്ലം ആയിരിക്കും നമുക്ക് NCR എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരിക. എന്നിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇവിടെ? നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലംസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ n എന്താണെന്നും r എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് NCR കണ്ടുപിടിക്കാം. ഇനി ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളെ കമ്പൈൻ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോ തന്നിരിക്കുന്നത് ഡിഫറെന്റ് NCR വാല്യൂസ് ഉണ്ടാകും അല്ലെ? ഒരു NCR വാല്യൂ കിട്ടി. അതുപോലെ തന്നെ അടുത്ത വേറൊരു കാര്യം, അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അടുത്തത് എന്ത് ചെയ്യുക? സെക്കൻഡ് വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായിരിക്കണം ഇവിടെ ചെയ്യേണ്ടത്. അപ്പോഴായിരിക്കും നമുക്ക് കിട്ടേണ്ട ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ കോമ്പിനേഷനിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞാലോ? നമ്മൾ പറഞ്ഞു NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. അടുത്തത് എന്ത് പറഞ്ഞു? NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കി, ഈ തന്നിരിക്കുന്നതിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? NPR ആണ് അല്ലെ? NPR ആണ്. സോ NPR ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ആയിരിക്കും എന്ത്? NCR എന്ന് പറയുന്നത്. അപ്പൊ NCRനെ നമുക്ക് എന്താക്കാം? NPRന്റെ ടേംസിൽ എഴുതിയാൽ എങ്ങനെ വരും? NPR ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ആയിരിക്കും ആര്? NCR എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, കാരണം ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്നത് NCRന്റെ വാല്യൂവും അതുപോലെ NPRന്റെ വാല്യൂവും തന്നിട്ട് NPRന്റെ വാല്യൂ എന്ന് പറയുന്നത് 840 ആൻഡ് NCR ഈക്വൽ ടു 35. ഇങ്ങനെ രണ്ട് വാല്യൂസ് തന്നിട്ട് ഇതിന്റെ അതൊന്ന് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ ആർ ഫാക്ടോറിയൽ മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ NPR ഡിവൈഡഡ് ബൈ NCR ചെയ്താൽ മതി. സോ 840 ഡിവൈഡഡ് ബൈ 35 ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതായിരിക്കും ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇവിടെ 24 എന്ന് കിട്ടും. സോ ഇവിടെ ആർ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുമ്പം അതിന്റെ വാല്യൂ എത്ര ആയിട്ട് വരും? ഇവിടുന്ന് കിട്ടുന്നത് 6 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 6 ആയിരിക്കും കിട്ടുന്നത്. 4 3 2 ഇല്ല 6 അല്ല 4 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? ആറിന്റെ വാല്യൂ, ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആയിരിക്കും. കാരണം 4 × 3 × 2 ആയിരിക്കും എത്ര എന്ന് പറയുന്നത്? 24 അല്ലെ? 4 × 3 12 ഗുണം 2 ആണ് 24. സോ എത്ര കിട്ടും? 4 ഫാക്ടോറിയൽ. ദെർഫോർ ആർ എന്ന് പറയുന്നത് എത്ര കിട്ടും? ആർ ഈക്വൽസ് 4 എന്ന് കിട്ടും. ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കുക. NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയലും NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലും ആണെങ്കിൽ ഇത് 1 എന്നും ഇതിന് നമുക്ക് 2 എന്നും കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഈ 1 ആൻഡ് 2 കമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? കമ്പൈൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ അല്ലെ? NCR ഈക്വൽസ് NPR ബൈ ആർ ഫാക്ടോറിയൽ എന്നുള്ള NCRനെ NPRന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇനി ആർ തന്നിട്ടുണ്ട്, NCR തന്നിട്ടുണ്ടെങ്കിൽ NPR കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, അതല്ല ഇത് രണ്ടും തന്നിട്ട് NCR ആണെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്ത് വെക്കുക. NPRനെയും NCRനെയും കൂടെ കണക്ട് ചെയ്യുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പറഞ്ഞാലോ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോബ്ലം ആണ്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം ജസ്റ്റ് പ്രീവിയസ് ഇയർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുമ്പം വരുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് NCR വെച്ചിട്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പോകാം. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം NPRും NCRും കണക്ട് ചെയ്ത പ്രോബ്ലം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താണ് NC9 എന്ന് പറയുന്നത് NC8 ആണ് അല്ലെ. NC9 ഈക്വൽസ് NC8. നമുക്ക് തരുന്നതില് NC9ഉം അതുപോലെ NC8ഉം ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് NC17. നമ്മൾ എടുക്കുന്നതില് NC9 n എന്ന് പറയുന്ന വാല്യൂ അല്ലെ, അതിന്റെ NC9 എടുക്കുന്നതും അതേ n വാല്യൂ വെച്ച് C8 എടുത്താലും കിട്ടുന്നത് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, n-ന്റെ വാല്യൂ കിട്ടണം. അത് കഴിയുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം, NC17 കണ്ടുപിടിക്കണം. ഒരു കോമ്പിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ തന്നെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന n-നെ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് NC17 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ചെയ്താൽ ആൻസർ എങ്ങനെയായിരിക്കും വരിക, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. NC8ഉം NC17ഉം തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സ്പാൻഷൻ പഠിച്ചത് വെച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് നമുക്ക് NC9 ചെയ്ത് നോക്കാം. NC9 എന്തായിരിക്കും, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ തന്നിരിക്കുന്നത് NC9 ആണ് അല്ലെ, PL 9 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്, 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ. ഇതല്ലേ കോമ്പിനേഷൻ നമ്മൾ ചെയ്യേണ്ടത്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയലിന് പകരം ഇവിടെ r എത്രയാണ്, 9 ആണ്. 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആറിന് പകരം n മൈനസ് 9ന്റെ ഫാക്ടോറിയൽ. ക്ലിയർ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ വേണം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ഇത്രയും വരെ എഴുതി നിർത്താം. കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ NC8ഉം കൂടെ കിട്ടണ്ടേ. സോ നമുക്ക് നെക്സ്റ്റ് NC8 ചെയ്ത് നോക്കാം. അതെന്ത് വരും, ഇവിടെ നമുക്ക് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഇതാണ് 2. ഓക്കെ, 1ഉം കിട്ടി 2ഉം കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഈ NC9ഉം NC8ഉം ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. സോ നമുക്ക് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇക്വേറ്റിംഗ് 1 and 2. ഇക്വേറ്റിംഗ് 1 and 2. ഒന്നിനെയും രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ നമുക്കറിയാം NC9 എത്രയാണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ ആണ്. ഈക്വൽസ്, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, NC8 അതെന്താണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ എന്ന് കിട്ടുമല്ലോ. ഇത്രയും വരെ ക്ലിയർ ആയില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഈ n ക്യാൻസൽ ആയി പോകും അല്ലെ, രണ്ടും സെയിം ആണ്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആക്കാം. ബാക്കി എന്തായിരിക്കും വരുന്നത്, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്തായി, 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ ഈക്വൽസ് 1. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് വാല്യൂ ഉണ്ടായി. സോ 1/1 എന്നായിരിക്കും വരിക ഇത് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് ബാലൻസ് 1 കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്നതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടോ നോക്കാം അല്ലെ. ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ട് നമുക്ക് വാല്യൂസ്. എന്താ ഉള്ളത്, മുകളിലത്തെ 8 ഫാക്ടോറിയൽ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്താ ഉള്ളത്, n മൈനസ് 8 അതും അവിടെ നമുക്ക് എഴുതാം. ഇനി ഈക്വൽസ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് ഉണ്ടാവും. മുകളിലേക്ക് 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഡിനോമിനേറ്ററിൽ നിന്ന്. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം 8 ഫാക്ടോറിയൽ അല്ലെ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ n മൈനസ് 8 ഫാക്ടോറിയൽ എന്നുള്ളത് മുകളിൽ അതുപോലെ നിൽക്കട്ടെ. ഈ 8 ഫാക്ടോറിയലിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെയുള്ള n മൈനസ് 9 അവിടെ നമ്മുടെ വേരിയബിൾ n ഉണ്ട്. സോ n ഉള്ള ടേം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം അല്ലെ. അപ്പൊ എന്തായി, n മൈനസ് 1 എന്ന് കിട്ടും അല്ലെ. ഇവിടെ n മൈനസ് 9 എന്ന് കിട്ടും. അപ്പൊ n മൈനസ് 9 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇവിടെ 9 ഫാക്ടോറിയൽ അതുപോലെ തന്നെയുണ്ട്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്, 8 ഫാക്ടോറിയലും ഉണ്ട്. ഇനി ഇതിനെ നമുക്കറിയാം സിംപ്ലിഫൈ ചെയ്യാൻ അല്ലെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ n മൈനസ് 8 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം, n മൈനസ് 8 ഇൻറ്റു n മൈനസ് 8 മൈനസ് 1 അല്ലെ. ഒരെണ്ണം കുറച്ചിട്ട് നമ്മൾ എഴുതും. അപ്പൊ ഇവിടെ എന്തായി, n മൈനസ് 8 മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
n-9 ഫാക്ടോറിയൽ എന്ന് കിട്ടിയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം 9 ഫാക്ടോറിയൽ എന്തായി? 9 into 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ. അതുപോലെ അത് രണ്ടും ക്യാൻസൽ ആയില്ലേ? അടുത്തത് എന്താ ഉള്ളത്? ഇനി 9 ബാലൻസ് ഉണ്ട് അല്ലെ? ഇവിടെ ഇനി സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? n-8 into n-8 -1 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്ര കിട്ടും? -9 കിട്ടും അല്ലെ? സോ ഇവിടെ എന്തായി? n-9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-9 ഫാക്ടോറിയൽ ഈക്വൽസ് 9 എന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ഒരുപോലെയുള്ളത് അല്ലെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആയിട്ടാണ് കിടക്കുന്നത്. സോ ഒരുപോലെയുള്ള n-9 ഫാക്ടോറിയലിനെ രണ്ടും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ബാക്കി നമുക്കുള്ളതാണ് n-8 ഈക്വൽസ് 9 എന്നുണ്ട് അല്ലെ? n-8 ഈക്വൽസ് 9 ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ഫൈനൽ ആൻസർ n എത്ര കിട്ടും? ഈക്വൽസ് 9 -8 അപ്പുറത്ത് നിന്ന് +8 ആയി. ആൻസർ എത്രയായി? 9 വെട്ടും 17 എന്ന് കിട്ടി. അപ്പൊ n-ന്റെ ആൻസർ എത്ര കിട്ടി? 17 എന്ന് കിട്ടി. ഇനി n-ന്റെ ആൻസർ 17 കിട്ടിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് NC17 ആ ചോദിച്ചിരുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? NC17 ആണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പൊ n-ന്റെ വാല്യൂ എത്ര? 17 ആണ്. അങ്ങനെയെങ്കിൽ അല്ലെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 17C17 എന്ന് വരും അല്ലെ? 17C17 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 17 - 17 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഇവിടെ എന്താകും? 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ. എങ്ങനെ 0 വന്നത്? 17 - 17 0 ആകും. ഇനി 0 ഫാക്ടോറിയലിന്റെ വാല്യൂ എത്ര നമുക്ക് അറിയുന്നത്? 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 17 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 17 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽസ് 1. അപ്പൊ NC17 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? NC17 എന്ന് പറയുന്നത് അല്ലെ? n-ന്റെ വാല്യൂ 17 ഓൾറെഡി കണ്ടുപിടിച്ചു. സോ വാല്യൂ എന്ത് വരും? 17C7 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ 1 കിട്ടും. ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? നമ്മൾ ചെയ്തു വന്നപ്പം എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മുടെ NC9 ഈക്വൽസ് NC8 ആ ചോദിച്ചിരുന്നത്. അതിൽ NC9ന്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചു. അതിൽ n എന്ന് പറയുന്നത് വേരിയബിൾ ആയിരുന്നു, അത് അതുപോലെ നിർത്തി. ഇനി NC8 കണ്ടുപിടിച്ചപ്പോഴും എന്തായി? n വേരിയബിൾ ആണ്. സോ നമ്മൾ 1ഉം 2ഉം ഇക്വേഷൻസ് എഴുതി. ഇനി ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു? 1നെയും 2നെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു അല്ലെ? ഈക്വൽ സൈൻ വെച്ച് ഇക്വേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ആൻസർ അല്ലെ? അതിന്റെ അകത്തുനിന്ന് പിന്നെ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? n-ന്റെ ആൻസർ കിട്ടി. സോ n-ന്റെ ആൻസർ കിട്ടിയപ്പോൾ എത്രയാണ്? 17 കിട്ടി. ഫൈനൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് NC17 ആണ്. അങ്ങനെയെങ്കിൽ n-ന്റെ വാല്യൂ കിട്ടി നമുക്ക് അല്ലെ? കിട്ടിയത് 17 തന്നെ. സോ 17C7 കണ്ടുപിടിച്ചു. അപ്പൊ എത്ര വന്നു? നമ്മള് കോമ്പിനേഷന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു വന്നപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? 1 എന്നായിരിക്കും കിട്ടുന്ന ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് NC8 ഈക്വൽസ് NC2. NC8 തന്നിട്ടുണ്ട്, NC2 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമായിരിക്കും? ഫൈൻഡ് NC2. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ n-ന്റെ വാല്യൂ ആണ് അല്ലെ? n-ന്റെ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n-8 അല്ലെ? n-8ന്റെ ഫാക്ടോറിയൽ എന്ന് കിട്ടി. അതെന്താണ്? ഇക്വേഷൻ നമ്പർ 1. ഇനി NC2 എന്ന് പറയുന്നത് എന്തായി? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-2ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത് അല്ലെ? n-2ന്റെ ഫാക്ടോറിയൽ കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് 2 എന്ന് കിട്ടി അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇക്വേറ്റിംഗ് 1 and 2 ഇപ്പൊ ചെയ്ത സെയിം തന്നെ പ്രോബ്ലം നമ്മളോട് വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായി? NC8 ഈക്വൽസ് NC2 ആണ്. therefore n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n-8 ഫാക്ടോറിയൽ ഈക്വൽസ് ഇവിടെ എന്ത് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഫാക്ടോറിയൽ കിട്ടും അല്ലെ? കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം n ഫാക്ടോറിയൽസ് രണ്ടും ക്യാൻസൽ ആയി അല്ലെ? ബാക്കിയുള്ളതില് 1/8 ഫാക്ടോറിയൽ ഇൻറ്റു n-8 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്
n-2 ഈക്വൽസ് 8 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ അതിന് സിംപ്ലിഫൈ ചെയ്തു വന്നാൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? n-2 ഈക്വൽസ് 8 എന്ന് കിട്ടും. therefore n ഈക്വൽസ് 8 + 2 എന്ന് കിട്ടി, 10 എന്ന് കിട്ടും. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 + 2 10 എന്ന് കിട്ടും. ഇനി 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? nc2 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. nc2 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ nc2 എന്ന് പറയുന്നത് എന്ത് വരും? 10c2 കിട്ടും അല്ലെ? 10c2 എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 - 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടുന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം 10 × 9 × 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 × 8 ഫാക്ടോറിയൽ. 8 8 ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? 10 2 ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും അല്ലെ? അപ്പൊ എത്ര കിട്ടി? 9 × 5 45 എന്ന് കിട്ടും. എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന nc2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10c2 ആണ്. 10c2 എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 45 എന്ന് ആൻസർ കിട്ടി. കിട്ടുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വേറൊരു വ്യത്യാസം എന്താണ്? n കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ മോഡിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്തപ്പോഴും എന്ത് ചെയ്തിരുന്നു? റേഷ്യോ മോഡിലുള്ള പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ ആണ്. അപ്പൊ എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? 2nc3 nc3 ഈക്വൽസ് 12:1. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ അല്ലെ, പെർമ്യൂട്ടേഷനിൽ ചെയ്ത പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 2nc3 എക്സ്പാൻഡ് ചെയ്യാം ആൻഡ് nc3 എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ സിംപ്ലിഫൈ ചെയ്ത് ഈക്വൽ ടു 12/1 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും അല്ലെ? ഫസ്റ്റ് നമുക്ക് 2nc3 കണ്ടുപിടിച്ചാലോ? എത്രയായിരിക്കും? 2nc3 എന്ന് പറഞ്ഞാൽ 2 × nc3 n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ 1. അടുത്തത് nc3 സെയിം തന്നെ, nc3 തന്നെയാണ് അല്ലെ? അതെത്രയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ റേഷ്യോയിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ഈ തന്നിരിക്കുന്ന സെക്കൻഡ് റേഷ്യോ ആണെന്ന് നമുക്ക് എഴുതാം അല്ലെ? അങ്ങനെയെങ്കിൽ എന്ത് എഴുതാം? 2nc3 ഡിവൈഡഡ് ബൈ nc3 എന്ന് പറയുന്നത് 12/1 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? n കണ്ടുപിടിക്കണം. ഇപ്പൊ ചിലർ ചിന്തിക്കുക ഇവിടെ ക്യാൻസൽ ചെയ്താൽ പോരെന്ന്. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ആൻസർ കിട്ടുമോ? കിട്ടില്ല. കാരണം എന്താ? ഇവിടെ നമുക്ക് 2 കിട്ടും, 12 കിട്ടും. ഈ ഒരു ആൻസറിൽ കിട്ടിയാൽ n എവിടെ? കണ്ടുപിടിക്കേണ്ടത് ആരെയാ? n-ന്റെ വാല്യൂ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലോ? ഇവിടെ എന്തായിരിക്കും വരുന്നത്? 2 × n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ അല്ലെ? ഇനി എന്താ നമുക്ക് ഡിനോമിനേറ്ററിലുള്ളത്? ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലുള്ളത് ഇത് 2n ഫാക്ടോറിയൽ ആയി അപ്പൊ അല്ലെ? 2n ഫാക്ടോറിയൽ എന്നായി. ഇനി ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? n ഫാക്ടോറിയൽ അല്ലെ? ഹോൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഈക്വൽസ് 12/1 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ ഇത്രയും വരെ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം അല്ലെ? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തണം അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാലോ അല്ലെ? സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ ഇവിടെ എന്തായി? ഇത് 2n എന്നായി അല്ലെ? 2n എന്നായപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്തെടുക്കാം? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അപ്പൊ നമ്മളിവിടെ 2nc3 ആണ് എടുക്കുന്നത്. സോ ഇവിടെ എന്തായി? 2n - 3 എന്നായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോ എന്തായി? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ. അത് അതുപോലെ നിൽക്കും. ഇനി സിംപ്ലിഫൈ ചെയ്യാലോ? സിംപ്ലിഫൈ ചെയ്താൽ എന്തായി? 2n ഫാക്ടോറിയൽ എന്നുള്ളതിനെ നമുക്ക് മാറ്റി അല്ലെ? ഇവിടുത്തെ ഒരു 2n - 3 ഉണ്ട്. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2n - 3 ക്യാൻസൽ ആകും അല്ലെ? അപ്പൊ എന്തായി? 2n × 2n - 1 ഇൻറ്റു 2n - 2 ഇൻറ്റു 2n - 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 3 × 2 × 1 ആണ് വരുന്നത് ഇൻറ്റു 2n - 3 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് എടുക്കാം അല്ലെ? അതെന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെ? ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടേ? n ഫാക്ടോറിയലും ഇവിടുത്തെ n - 3 ഫാക്ടോറിയലും ഉണ്ട്. സോ n - 3 ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? n × n - 1 ഇൻറ്റു
n minus 2 into n minus 3 the whole factorial divided by 3 into 2 into 1 into n minus 3 factorial ചെയ്താൽ മതി. അതെന്തായിരിക്കും? 12/1 എന്നായിരിക്കും. ഇനി നോക്കി, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ആൾക്കാരെല്ലാം കിട്ടി അല്ലെ? ഫാക്ടോറിയൽസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റി, ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ഇവിടെ ക്യാൻസൽ ആക്കാനുള്ളതെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് എന്താകൂടാ, തിരിച്ചിട്ട് കഴിഞ്ഞാലും അവരെന്താകും? ക്യാൻസൽ ആയി പോകും. സോ ആ 3 ഫാക്ടോറിയൽസ് രണ്ടും ക്യാൻസൽ ആയി അല്ലെ? 3 into 2 into 1 എഴുതണമെന്നില്ല, 3 ഫാക്ടോറിയൽ തന്നെ എഴുതിയാൽ മതി. അവരെ ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? 2n into 2n minus 1 into 2n minus 2 whole divided by n into n minus 1 into n minus 2 അല്ലെ? ഇത്രയുമാണുള്ളത്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ നമ്മൾ എടുത്താല് 12/1 എന്നുണ്ട്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യടാ? ഇതിന് നമുക്ക് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യാലോ. ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് വരുന്നത് 2n into 2n minus 1 into ഇതിന് നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് ചെയ്യാം? 2 into n minus 1 എന്ന് എഴുതാം അല്ലെ? 2 into n minus 1 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ n into n minus 1 into n minus 2 ഉണ്ട്. Therefore ഈ n minus 1 ഉം n minus 1 ഉം ക്യാൻസൽ ആയില്ലടാ. സോ അവിടെ ഒരു n minus 1 ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ഉള്ളത്? ഇവിടെ ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു n ഉം n ഉം ക്യാൻസൽ ചെയ്യാനുണ്ട് അല്ലെ? ക്യാൻസൽ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഈക്വൽ ടു 12/1. ഇനി ബാക്കി ആരൊക്കെയുണ്ട്? 2 into 2 4 ഉണ്ട് അല്ലെ? 4 into 2n minus 1. അടുത്തതിൽ എന്തായി? 4 into 2n minus 1 ഡിവൈഡഡ് ബൈ ഒരു n minus 2 ഉണ്ട് അല്ലെ? n minus 2 നമ്മൾ കളഞ്ഞിട്ടില്ല. n minus 1 ഉം n ഉമേ പോയുള്ളൂ. ബാക്കി n minus 2 ഉണ്ട്. ഈക്വൽസ് 12 എന്ന് കിട്ടും അല്ലെ? ഈക്വൽസ് 12/1 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 4 into 2n minus 1 ഈക്വൽസ് 12 into n minus 2 എന്ന് കിട്ടിയല്ലോ. ഇനി ഇതുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 8n minus 4 അല്ലെ? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 4 8, 8n minus 4 ഈക്വൽസ് 12n minus 24 എന്ന് കിട്ടി അല്ലെ? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? n-ന്റെ ടേംസിലെല്ലാം ആക്കാലോ. അപ്പൊ ഇവിടെ എന്തായി? 8n minus 12n ഈക്വൽസ് minus 24 plus 4 എന്നാകും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ എത്ര വരും? ഇവിടെ -4n എന്ന് കിട്ടും അല്ലെ? -4n ഈക്വൽസ് -24 plus 4 എത്രയാകും? -20 ആകും. സോ മൈനസും മൈനസും ക്യാൻസൽ ആയി. 4n ഈക്വൽസ് 20 എന്ന് കിട്ടും. n ഈക്വൽസ് 5 എന്ന് കിട്ടി. n-ന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. കിട്ടുന്നുണ്ട് ആൻസർ. നമ്മൾ എന്താ ചെയ്തത്? സിംപ്ലിഫൈ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തന്നിരുന്നതിൽ 2n ആയിരുന്നത് കൊണ്ട് അത് വെച്ചിട്ട് 2n into 2n minus 1 into 2n minus 2 into 2n minus 3 വരെ ചെയ്തു. അവിടെ 2n minus 3യുടെ ഫാക്ടോറിയൽസിനെ നമുക്ക് ഒഴിവാക്കേണ്ടത് അല്ലെ? സോ അതിനെ രണ്ടും ഒഴിവാക്കി. ഇനി അടുത്തത് ഇവിടെ n minus 3യുടെ ഫാക്ടോറിയൽസിനെ ഒഴിവാക്കി. പിന്നെ ഉള്ളതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കിയപ്പോൾ ഇവിടെ നമുക്കൊരു n minus 2n minus 2ൽ നിന്ന് 2 കോമൺ എടുത്താൽ ഒരു n minus 1 ക്യാൻസൽ ആവാനുണ്ടെന്ന് മനസ്സിലായി. ഓരോ n-ഉം ക്യാൻസൽ ആവാനുണ്ട്. സോ ക്യാൻസൽ ആവാനുള്ളവരെല്ലാം പോയി കഴിഞ്ഞ് ബാക്കി എന്തുണ്ട്? 2 into 2 4 ഉണ്ട്. 2n minus 1 ഉണ്ട്. താഴെ ഒരു n minus 2 ഉണ്ട്. ഈക്വൽ ടു 12/1 ഉണ്ട്. സോ ഇതെല്ലാം കൂടെ നമ്മൾ പെറുക്കി എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്ക് n ടേംസ് ഒരിടത്ത്, ബാക്കി നമ്പേഴ്സിന്റെ ടേംസ് ഒരിടത്ത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n അല്ലെ? n-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേടാ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. നെക്സ്റ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ ഒരു പ്രോബ്ലം. ഇവിടെ എന്താണ്? 2nc3 ആണ് അല്ലെ? 2nc3 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? 2n into അല്ലെ? 2n ഫാക്ടോറിയൽ വരും. ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2n അല്ലെ? ഇവിടെ നമുക്ക് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അല്ലെ? ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഇവിടെ നമുക്ക് 2n ഫാക്ടോറിയൽ അല്ലൂടെ വരുന്നത്. ഇവിടെ എത്ര? 3 ഫാക്ടോറിയൽ അല്ലെ? 3 ഫാക്ടോറിയൽ into 2n minus 3 ഫാക്ടോറിയൽ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് തന്നെ സിംപ്ലിഫൈ ചെയ്ത് പോകാം. 2n into 2n minus 1 into 2n minus 2 into 2n minus 3 factorial divided by 3 factorial into 2n minus 3 factorial. Okay. 2n minus 3 factorial. Cancel ആവാനുള്ളവരെ cancel ചെയ്തു അല്ലെ? ഇനി എന്ത് കിട്ടിയ ആൻസർ? 2n into 2n minus 1 into
2n minus 2 divided by 3 factorial എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ഇനി NC3 നമുക്കറിയാം അല്ലെ, NC3 എന്താ, n factorial divided by 3 factorial into n minus 3 factorial ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് n minus 3 ഒഴിവാക്കണം. അപ്പൊ n into n minus 1 into n minus 2 into n minus 3 factorial whole divided by 3 factorial into n minus 3 factorial. So n minus 3 രണ്ടും ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്, n into n minus 1 into n minus 2 divided by 3 factorial ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ 1 and 2 അല്ലെ, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് 1 and 2. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വാല്യൂസ് വരുന്നത്, നമുക്കറിയാം ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് 2n into 2n minus 1 into 2n into 2n minus 1 into 2n minus 2 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്, ഒരു 3 ഫാക്ടോറിയൽ അല്ലെ, ഒരു 3 ഫാക്ടോറിയൽ ബാലൻസ് ഉണ്ട്. ഇതല്ലേ നമുക്കുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്, n into n minus 1 into അല്ലെ ഹോൾ ഡിവൈഡഡ് ബൈ n into n minus 1 into n minus 2 the whole divided by 3 factorial that is equals 11/1. ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ, 11/1 ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റേഷ്യോ അല്ലെ, 11:1. ഇവിടെ നമ്മൾ റേഷ്യോ ആയതുകൊണ്ട് എന്ത് ചെയ്തു, രണ്ടിനെയും ഡിവൈഡഡ് ബൈ എന്നാക്കി എടുത്തു, എന്നിട്ട് നമ്മൾ റേഷ്യോ ഇട്ട് കൊടുത്ത് വാല്യൂസ് ചെയ്യുകയാണ്. അപ്പൊ എന്തായി, 11/1 എന്ന് കിട്ടി. ഇവിടെ 3 ഫാക്ടോറിയൽ രണ്ടും ക്യാൻസൽ ആയില്ലേ, ക്യാൻസൽ ആയി. ഇനി എന്താ ഉള്ളത്, 2n into 2n minus 1 into ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതില് ഈ തന്നിരിക്കുന്നതിനെ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഡിവിഷൻ അല്ലെ, ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഈ 2വിനെ കോമൺ പുറത്തെടുത്തു n minus 1 ആക്കി അല്ലെ. ഇനി എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് n into n minus 1 into n minus 2 കൊണ്ട് ഈക്വൽസ് 11 എന്ന് കിട്ടും അല്ലെ. ഇനി ഇതിലെ n minus 1 രണ്ടും ഇവിടുത്തെ n രണ്ടും ക്യാൻസൽ ആയില്ലേ, ബാക്കി എന്തുണ്ട്, 4 into 2n minus 1 കിട്ടിയില്ലേ, ഡിവൈഡഡ് ബൈ n minus 2 ഈക്വൽസ് 11. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഇവിടെ ഉള്ളതിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി, 4 into 2n minus 1 equals 11 into n minus 2 എന്ന് കിട്ടും. കിട്ടുന്നില്ലേ, ഇത്രയും വരെ ക്ലിയർ അല്ലേ. നേരത്തെ ചെയ്ത പ്രോബ്ലം സെയിം തന്നെ ചെയ്യുക. ഇനി ഇത് ചെയ്താൽ എന്തായി, 8n minus 4 equals 11n minus 22 എന്ന് കിട്ടി. കിട്ടുന്നുണ്ടോ, നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ 8n minus 4 equals 11n minus 22 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എന്നിന്റെ ടേംസ് ഒരുമിച്ച് അല്ലെ, 8n minus 11n equals minus 22 plus 4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടൂടാ, ഇവിടെ നമുക്ക് minus 3n equals minus 18 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ, നമ്മള് മൈനസ് ചെയ്തപ്പോ എത്ര കിട്ടി, minus 3n equals minus 18, that is equals 3n equals 18, therefore n equals 18/3, that is n equals 6. കിട്ടിയോ, എന്നിന്റെ വാല്യൂ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഇത്രയും കിട്ടുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻസ് എഴുതി, അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, നമ്മൾ NCR വാല്യൂസ് കണ്ടുപിടിക്കുന്ന ടേംസിൽ എഴുതി. ഇവിടെ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്താ, 2n വന്നത് 2n എന്ന് തന്നെ നമ്മൾ കൊടുത്തു അല്ലേ. എന്നിട്ട് നമ്മൾ 2n minus 1 2n minus 2 എന്നൊക്കെ എഴുതി, അതിൽ ക്യാൻസൽ ആവുന്നതിനെയൊക്കെ ക്യാൻസൽ ചെയ്തു. താഴെ ഡിനോമിനേറ്ററിലും അതുപോലെ ക്യാൻസൽ ചെയ്യാനുള്ളവരെയൊക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളതിൽ പിന്നെയും ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 2വിനെ പുറത്തെടുത്തു, എന്നിട്ട് n minus 1 രണ്ടും ക്യാൻസൽ ആയി, ഇവിടെ n ക്യാൻസൽ ആയി. ബാക്കി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 into 2 4 ഉണ്ട്, 2n minus 1 ബാക്കിയുണ്ട്. ഡിനോമിനേറ്ററിൽ n minus 2 ഉണ്ട്. ഇവിടെ ഈക്വൽ ടു 11/1 എന്ന് പറഞ്ഞാൽ 11 തന്നെയാണ്. സോ അതെടുത്തു. ഇനി എന്ത് ചെയ്തു, നമ്മളിവിടെ ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയപ്പോൾ ആൻസർ എന്തായി, 8n minus 4 equals 11n minus 22 എന്ന് കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോഴത്തേക്ക് എന്തായി, എന്നിന്റെ വാല്യൂ 6 എന്ന് കിട്ടി. ക്ലിയർ അല്ലേടാ ഇത്രയും പ്രോബ്ലംസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഇനി നമുക്ക് വേർഡ് പ്രോബ്ലംസ് ആണ് അടുത്ത് പറയാനുള്ളത്. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ.